ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് അംഗൻവാടിയിൽ നിന്ന് റേഷൻ കിട്ടാറുണ്ട് എവറി മന്ത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അംഗൻവാടിയിൽ പോയിട്ട് പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം അംഗൻവാടിയിൽ പോയിട്ട് നമ്മുടെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി മന്ത് നമുക്ക് റേഷൻ കിട്ടും. പക്ഷേ ഇതിനാദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡാണ് കേട്ടോ. ഇത് തായ് കാർഡ് എന്ന് പറയും. ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് മദറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. തായ് എന്ന് വെച്ചാൽ അമ്മയാണ്, സോ അമ്മമാർക്കുള്ള കാർഡാണ് ഇത് ബേസിക്കലി. അപ്പം ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. ഈ ഒരു കാർഡ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസി സമയത്ത് നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻസ് ഉണ്ടല്ലോ, ഹോസ്പിറ്റൽസിൽ നിന്ന് എടുക്കുന്ന TT വാക്സിനേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്ന് എടുക്കാം കേട്ടോ. അതല്ലാതെ ഇനിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അംഗൻവാടിയിൽ പോയിട്ട് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി മന്ത് നമുക്ക് റേഷൻ കിട്ടും. അതുമല്ലാതെ നമ്മൾ പിന്നീട് കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിനെടുക്കുന്ന വാക്സിനേഷൻസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതും ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, പിന്നെ അതല്ലാതെ അംഗൻവാടി ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് ആ ഒരു മന്ത്ലി വാക്സിനേഷൻസ് എന്തുണ്ടോ അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് ഈ ഒരു കാർഡ് വേണമെന്ന് നിർബന്ധമുണ്ട്. ഇത് നമുക്ക് നേരിട്ട് പോയിട്ട് അംഗൻവാടിയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ആശാ വർക്കറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് അവർ തന്നെ കാർഡ് റെഡിയാക്കി തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മാസം എനിക്ക് എന്തൊക്കെയാണ് റേഷൻ വന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ മാസം എന്നല്ല, ഇപ്പോൾ ഒരു 3 തവണയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എടുത്തത് കാർഡ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ മോക്ക് ഞാൻ ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അറിഞ്ഞു വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും ഉടനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ 9th month തൊട്ടുള്ള റേഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 3 മാസമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം 20 മുട്ട ഉണ്ടാവും. അതല്ലാതെ പാൽപ്പൊടി കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പൊടിയാണ്, അതുണ്ടാവും. ഇത് രണ്ടും അല്ലാതെയുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇത് മില്ലറ്റ് ലഡുവിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പ് ലഡ്ഡു ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് വെക്കാനും പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈറ്റ് സ്വീറ്റ്നസ് ഉണ്ട്, കാരണം ജാഗ്രി ആഡഡ് ആണ്. അപ്പോൾ നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഇത്രയും ചെറുപയർ കിട്ടും, ഇത്രയും പച്ചരി ഉണ്ട്. ഇത് ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു അളവിൽ പഞ്ചസാര, ഇത്രയും ഗോതമ്പുണ്ട്, മേ ബി ഒരു 1 kg ഉണ്ടാവുമായിരിക്കാം. പിന്നെ സാമ്പാർ പൊടി, ഇത് കർണാടക സ്റ്റൈൽ സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കർണാടക സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് റാഡിഷ് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ ചേർക്കുന്ന ഒരു പൊടിയാണ്, നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എവറി മന്ത് കിട്ടുന്ന റേഷൻ. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 6 മാസം എനിക്കുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്കായിരിക്കും കിട്ടുന്നത്, കുട്ടിക്ക് ഉള്ള റേഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയൊക്കെയാണ് കിട്ടുന്നത്. സോ അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് നമ്മൾ എന്തായാലും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവർ ബാംഗ്ലൂരിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആധാർ കാർഡ്, ഇവിടുത്തെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആശാ വർക്കറിനെയോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോയിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.